സന്യസ്തർ, വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് മാത്രമായി തൃശ്ശൂരിലെ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വേനലവധിക്കാലത്ത് 1 മാസം നീളുന്ന വിഷ്വൽ മീഡിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. Basic techniques of storytelling, photo story, theatre story and video story. Introduction to script writing and mentoring. Hands-on practicals and practice for photography, videography, lighting and video editing and vlogging. എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോൺഫിഡന്റ് ആവാനും പിന്നെ അറിയാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാനും ഇവിടെ വന്നിട്ട് സാധിച്ചു. ഇവിടുന്ന് പഠിച്ചത് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ ബേസായി തോന്നിയത് ഈ ഒരു കോഴ്സാണ്. ഞങ്ങൾ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷന് ധാരാളം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ക്യാമറാസ് ആണെങ്കിലും ഈ എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണെങ്കിലും കിട്ടിയത് വളരെ സഹായകമായി. ഞങ്ങളുടെ കോൺഫിഡൻസ് കൂടാനായിട്ട് അത് വളരെ സഹായകമായിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെ ഒരു ബാച്ച്, മെയ് മാസത്തിൽ കേരളത്തിന് പുറത്തുള്ള മിഷണറിമാർക്കായി ഒരു ബാച്ച്, അങ്ങനെ ഈ വർഷം ആകെ 45ഓളം പേര് ഈ വിഷ്വൽ മീഡിയ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങളിങ്ങനെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചത്. ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തവരൊക്കെ തിരിച്ചുപോയി അവരുടെ മേഖലയിൽ ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാലങ്ങളായി യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത മാധ്യമ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ചേതന. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ക്രിസ്ത്യൻ മീഡിയ നെറ്റ്വർക്കിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രംഗത്തേക്ക് കൂടുതൽ സന്യസ്തരും വൈദികരും വൈദിക വിദ്യാർത്ഥികളും കോവിഡിന് ശേഷം വളരെയധികം താല്പര്യമെടുക്കുകയും അവരുടേതായ ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറേ കൂടി ഇതിൻ്റെ സാങ്കേതിക വിദ്യകളിൽ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അവരിവിടെ വരുന്ന പലരും ബിഗിനേഴ്സായിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് അവർക്കൊക്കെ അറിയാം. ഒന്ന് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഓഡിയോഗ്രാഫി, അതുപോലെ റീൽസ് മേക്കിംഗ്, ഇതിലൊക്കെ എഡിറ്റിംഗ്, ഇതിലൊക്കെ ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ട് ഒരു പ്രായോഗിക പരിശീലനമാണ് അവർക്കിവിടെ സാധിച്ചെടുക്കാൻ സാധിക്കുന്നത്. Audio and video production projects on studio floor and outdoor locations. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. ഗവൺമെന്റിലെ വീഡിയോസ്, ഇപ്പോൾ ജൂബിലിയുടെ വീഡിയോസ് ഞാനാണ് എടുത്തത്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടെങ്കിൽ പേടിയില്ലാണ്ട് പോയിട്ട് അത് അതിൻ്റെ ഒരു ഇതിലെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സാധാരണ ലെവലിൽ നിന്നും മാറി ഒരു ഫിലിം മേക്കർ അങ്ങനെ ഒരു ലെവലിലൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. എനിക്ക് പ്രീമിയർ മാത്രമായിരുന്നു പരിചയം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഡാവിഞ്ചി പരിചയപ്പെട്ടത്. അതിൽ കളറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈറ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ നൈറ്റ് നമുക്ക് ഷൂട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ അതിന് തരം പ്രത്യേകതരം പേപ്പറുകൾ, ആ പേപ്പറുകളെ കുറിച്ചൊക്കെ അറിവ് കിട്ടിയത് എനിക്ക് ഇവിടെ വന്നിട്ടാണ്. ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ, ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ, മ്യൂസിക് ആൽബം പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷവും ചെയ്തു. ഈ വർഷവും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഏപ്രിൽ മാസത്തിലെ കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തിലെ കോഴ്സിന് വേണ്ടിയിട്ട് മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഈ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന സന്യസ്തരും വൈദികരും വൈദിക വിദ്യാർത്ഥികളും അവരുടെ മേഖലകളിൽ തിരിച്ചെത്തി അവരുടേതായ രീതിയിൽ മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ അനുഭവം. ഈ ബാച്ചുകളൊക്കെ കുറേ കൂടി മാധ്യമ പ്രവർത്തനം അർത്ഥപൂർണ്ണമായി ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഥ ഞങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നു. ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ട ഒരു പ്രോഡക്റ്റ് എന്നൊക്കെ നമുക്ക് ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് തന്നെ അതിലെ ആളുകളെ സെലക്ട് ചെയ്യാനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് തോന്നാണ്. Now almost all of them are pursuing what they learned and practiced at Chetana as full-fledged professionals contributing to the Christian media scenario across India. നമ്മളിവിടെ പഠിച്ചു പോയതിനു ശേഷം യൂട്യൂബിൽ 20ഓളം ഷോർട്ട് ഫിലിമുകൾ നമുക്ക് ചെയ്യാൻ പറ്റി. ചെറിയ തോതിലുള്ള ഡോക്യുമെന്ററീസ് ചെയ്യാൻ പറ്റി. മ്യൂസിക് ആൽബങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. We wish them success and God's choicest blessings in their media ministry. ഇവിടുന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ തുടങ്ങിയാലോ എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചേതന നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടി കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. So welcome everyone. Welcome to the 1-month training program, an intensive time for learning by doing.